ഹായ് ഫ്രണ്ട്സ്, Eduplus ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IT ആൻഡ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ മൂന്നാമത്തെ ഭാഗമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, combination of hardware and software, it enables a person with a disability or impairment to use a computer is known as. ഹാർഡ്വെയറിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കോമ്പിനേഷൻ ആണ് ഇറ്റ് എനേബിൾസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ഒരു പേഴ്സണെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അസിസ്റ്റീവ് ടെക്നോളജി. കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ഇറ്റ് എനേബിൾസ് എ പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി ഓർ ഇമ്പയർമെൻറ്റ് ടു യൂസ് എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് അസിസ്റ്റീവ് ടെക്നോളജി. Second one, the option refers to the user-friendliness of a computer system for all regardless of their disability. The option refers to the user-friendliness of a computer system for all regardless of their disability. Computer accessibility. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷനാണ് കമ്പ്യൂട്ടർ ആക്സസിബിലിറ്റി. നെക്സ്റ്റ് വൺ, ആക്സസിബിലിറ്റി ഓപ്ഷൻസ് സീൻ ഇൻ കൺട്രോൾ പാനൽ. കൺട്രോൾ പാനലിലാണ് ആക്സസിബിലിറ്റി ഓപ്ഷൻ കാണുന്നത്. ആക്സസിബിലിറ്റി ഫീച്ചർ ടു ഹെൽപ്പ് കമ്പ്യൂട്ടർ യൂസേഴ്സ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആൻഡ് ഓൾസോ യൂസ്ഡ് ബൈ അതേഴ്സ് ആസ് എ മീൻസ് ടു റെഡ്യൂസ് റിപ്പീറ്റേറ്റീവ് സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഉപയോഗിക്കുന്ന ആക്സസിബിലിറ്റി ഫീച്ചറിലെ ഒന്നാണ് സ്റ്റിക്കി കീസ്. ആക്സസിബിലിറ്റി ഫീച്ചറിലെ സ്റ്റിക്കി കീസ് എന്തിനാണ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാലും ടു റെഡ്യൂസ് റിപ്പീറ്റേറ്റീവ് സ്ട്രെയിൻ. Next one, accessibility function that tells the keyboard to ignore brief or repeated keystrokes is called filter keys. Accessibility functionൽ വരുന്നത് തന്നെയാണ് that tells the keyboard to ignore brief or repeated keystrokes is called filter keys. Next one, accessibility function enables a high sound is emitted when the keys are switched on and a low sound is emitted when they are switched off. നമ്മുടെ കീബോർഡിലുള്ള ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, സ്ക്രോൾ ലോക്ക്, ഈ കീസ് എല്ലാം ഓൺ ആയിരിക്കുന്ന സമയത്ത് ഹൈ സൗണ്ടും ഓഫ് ആയിരിക്കുന്ന സമയത്ത് ലോ സൗണ്ടും എനേബിൾ ചെയ്യുന്ന ആക്സസിബിലിറ്റി ഫംഗ്ഷനാണ് ടോഗിൾ കീസ്. Accessibility function enables a high sound is emitted when the keys are switched on and a low sound is emitted when they are switched off. Toggle keys. Next question ആണ്, collection of computers and other hardware components interconnected by communication channel that allow sharing of resources and information is called computer network. ഇവിടെ ഒരു കൂട്ടം കമ്പ്യൂട്ടേഴ്സും ഹാർഡ്വെയർ കമ്പോണൻസും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഇൻഫർമേഷൻസും റിസോഴ്സും ഷെയർ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഹാർഡ്വെയർ കമ്പോണൻസ് ഇന്റർകണക്റ്റഡ് ബൈ കമ്മ്യൂണിക്കേഷൻ ചാനൽ ദാറ്റ് അലൗ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇൻഫർമേഷൻ ഈസ് കോൾഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, networks in which all computers have an equal status. Networks in which all computers have an equal status are called peer-to-peer network. Equal status ഉള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ നെറ്റ്വർക്കിനെ പറയുന്നതാണ് peer-to-peer networks. Next one, networks in which certain computers have special dedicated tasks providing services to other computers are called ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ഇവിടെ ചില പ്രത്യേക കമ്പ്യൂട്ടേഴ്സിന് മാത്രം സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ടാസ്ക് ഉണ്ടാവും. ഈ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും മറ്റ് കമ്പ്യൂട്ടേഴ്സിനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. Networks in which certain computers have special dedicated tasks providing services to other computers are called client server networks. അടുത്തത്, in a network the computer which provides services is a server. In a network the computer which provides services is a server. ഒരു നെറ്റ്വർക്കിലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് സെർവർ. നെക്സ്റ്റ് വൺ, ഇൻ എ നെറ്റ്വർക്ക് ദി കമ്പ്യൂട്ടർ വിച്ച് യൂസസ് ദീസ് സർവീസസ് ഓഫ് എ സെർവർ ഈസ് എ ക്ലയൻറ്റ്. ഒരു നെറ്റ്വർക്കിൽ സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സാണ് ക്ലയൻറ്റ്.
നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് എന്ന്. അതിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ സെർവർ എന്നും ആ സർവീസിനെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെ ക്ലയൻറ്റ് എന്നും പറയാം. അടുത്തത് 2 മേജർ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. മേജർ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സിൽ വരുന്നതാണ് ലാനും വാനും. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് കണക്റ്റഡ് ഇൻ എ ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ ഓർ ക്ലോസ്ലി പൊസിഷൻഡ് ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ഈസ് കോൾഡ് ലാൻ. ചെറിയ ഒരു ഏരിയയിലുള്ള നെറ്റ്വർക്കാണ് ലാൻ. ഇനി അടുത്തത് വാൻ എന്താണെന്ന് നോക്കാം. എനി നെറ്റ്വർക്ക് ദാറ്റ് ലിങ്ക്സ് അക്രോസ് മെട്രോപൊളിറ്റൻ, റീജിയണൽ ഓർ നാഷണൽ ബൗണ്ടറീസ് ഈസ് കോൾഡ് വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ലിങ്ക് ചെയ്യുന്നത് മെട്രോപൊളിറ്റൻ, റീജിയണൽ, നാഷണൽ ബൗണ്ടറീസിനെയാണ്. മെട്രോപൊളിറ്റൻ, റീജിയണൽ ഓർ നാഷണൽ ബൗണ്ടറീസിനെ ലിങ്ക് ചെയ്യുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് വൺ, ഗ്ലോബൽ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആർ കോൾഡ് ഇൻ്റർനെറ്റ്. ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഗ്ലോബൽ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ്. ഗ്ലോബൽ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കോൾഡ് ഇൻ്റർനെറ്റ്. അടുത്തത് a system of interlinked hypertext document accessed through the internet is called World Wide Web, WWW. A system of interlinked hypertext document. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിൻ്റെ ഒരു സിസ്റ്റമാണ് WWW. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു വ്യൂ വെബ്സൈറ്റ്സ് and acts as an interface between the user and the World Wide Web is called web browser. Software used to view websites and acts as an interface between the user and the World Wide Web is called web browser. യൂസറിനും WWWനും ഇടയിലുള്ള ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ. അതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റുകൾ കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ. നെക്സ്റ്റ് വൺ, a computer that stores websites and their related files for viewing on the internet is called web server. വെബ് സെർവർ എന്ന് പറയുന്നത് എ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർസ് വെബ്സൈറ്റ്സ് ആൻഡ് ദെയർ റിലേറ്റഡ് ഫയൽസ് ഫോർ വ്യൂയിങ് ഓൺ ദി ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് വെബ് സെർവർ. അടുത്തത്, ആൻ ഓർഗനൈസേഷൻ വിച്ച് പ്രൊവൈഡ്സ് ആക്സസ് ടു ദി ഇൻ്റർനെറ്റ് ത്രൂ എ ഡയലപ്പ് ഓർ ഡയറക്റ്റ് ഓർ വയർലെസ് കണക്ഷൻ ഈസ് കോൾഡ് Internet Service Provider, ISP. An organization which provides access to the internet through a dial-up or direct or wireless connection is called Internet Service Provider അല്ലെങ്കിൽ ISP. Next one, device that converts digital computer signals into analog signals and reconverts the analog signal back into digital signal is called modem. Device that converts digital computer signal into analog signal and reconverts the analog signals back into digital signal is called modem അല്ലെങ്കിൽ modulator, demodulator. Next one, internet access that uses the facilities of the public switched telephone network is called dial-up internet access. Internet access that uses the facilities of the public switched telephone networks is called dial-up internet access. Next question, internet access by transmitting digital data over wires of a local telephone network is called internet access by transmitting digital data over wires of a local telephone network is called Digital Subscriber Line Service, DSL service, Digital Subscriber Line Service. ഇതെല്ലാം പലരുടെ വീട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Form of broadband internet access that uses the cable television infrastructure is called. Form of broadband internet access that uses the cable television infrastructure is called cable internet access. Cable internet access. Next one, full form of 3G. 3G എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ. അപ്പോൾ 4G 5G ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാം ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. അടുത്തത് 3G മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ദാറ്റ് അലൗസ് ഹയർ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ്സ് ആൻഡ് കപ്പാസിറ്റി ഈസ്.
3G mobile communication protocol that allows higher data transfer speeds and capacity is high speed downlink packet access. 3Gയിലെ ഹയർ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡും കപ്പാസിറ്റിയും ഉണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടാൻ കാരണമായിട്ടുള്ള പ്രോട്ടോക്കോളാണ് HSDPA ഹൈ സ്പീഡ് ഡൗൺലിങ്ക് പാക്കറ്റ് ആക്സസ്. അടുത്തതാണ് എ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് മൊബൈൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അക്രോസ് സിറ്റീസ് ആൻഡ് കൺട്രീസ് ത്രൂ വേരിയസ് ഡിവൈസസ് ഈസ്. ആൻസർ വൈമാക്സ് ആണ്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് മൊബൈൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അക്രോസ് സിറ്റീസ് ആൻഡ് കൺട്രീസ് ത്രൂ വേരിയസ് ഡിവൈസസ് ഈസ് വൈമാക്സ്. വൈമാക്സിൻ്റെ പൂർണ്ണ രൂപമാണ് വേൾഡ് വൈഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. വേൾഡ് വൈഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Technology allows computers or mobile phones to exchange data wirelessly over a network including high-speed internet connection is Wi-Fi. Technology allows computers or mobile phones to exchange data wirelessly over a network including high-speed internet connection is Wi-Fi. Next one. Type of website usually maintained by an individual with regular entries of commentary description of events and other material such as graphic or video. Answer blog. Type of website usually maintained by an individual with regular entries of commentary description of events and other materials such as graphic or video. Blog. ഇത് നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ വെബ്സൈറ്റിൽ കയറി നോക്കാറുണ്ട്. ഈ വെബ്സൈറ്റ് ഒരു വ്യക്തിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ വ്യക്തി ആ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും വീഡിയോസും ഗ്രാഫിക്സും എല്ലാം അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനെ പറയുന്നതാണ് ബ്ലോഗ്. ഇത് വ്യക്തികൾക്ക് മാത്രമല്ല, ഏതെങ്കിലും ഓർഗനൈസേഷനോ ഗ്രൂപ്പുകൾക്കോ ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായി പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ. Internet address of a file stored on a host computer connected to the internet. Internet address of a file stored on a host computer connected to the internet. അതിനെ പറയുന്ന പേരാണ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫയലിൻ്റെ ഇൻ്റർനെറ്റ് അഡ്രസ്സാണ് URL. Next question. Pattern of interconnection nodes in a network is topology. Pattern of interconnection nodes in a network is topology. Topology എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിലെ ഇൻ്റർകണക്ഷൻ നോട്ട്സിൻ്റെ പാറ്റേൺ ആണ്. ഇനി നമുക്ക് കുറച്ച് ബേസിക് യൂണിറ്റുകൾ പഠിക്കാം. മെഷർമെൻറ്റ് യൂണിറ്റ്സ്. ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു ബിറ്റാണ്. ഒരു ബിറ്റിനെയാണ് ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 4 ബിറ്റിനെ പറയുന്നതാണ് ഒരു നിബിൾ. ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റാണ്. ഒരു ബിറ്റാണെങ്കിൽ ബൈനറി ഡിജിറ്റും 4 ബിറ്റാണെങ്കിൽ ഒരു നിബിളും. ഇനി ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റുകൾ ചേർന്നതാണ്. 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. ഒരു ബിറ്റാണെങ്കിൽ ബൈനറി ഡിജിറ്റ്, 4 ബിറ്റാണെങ്കിൽ ഒരു നിബിൾ, 8 ബിറ്റാണെങ്കിൽ ഒരു ബൈറ്റ്. അടുത്തത് പഠിക്കാൻ വളരെ ഈസിയാണ്. ഒരു കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റാണ്. 1024 എന്ന നമ്പർ ഓർത്ത് വെച്ചാൽ മതി. ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റാണ്. ഒരു മെഗാ ബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോ ബൈറ്റാണ്. ഒരു മെഗാ ബൈറ്റ് 1024 കിലോ ബൈറ്റ്. ഒരു ജിഗാ ബൈറ്റ് എന്ന് പറയുന്നത് 1024 മെഗാ ബൈറ്റാണ്. ഇനി ഒരു ടെറാബൈറ്റ് എന്ന് പറയുന്നത് 1024 ജിഗാബൈറ്റ് ആണ്. ഒരു ടെറാബൈറ്റ് എന്ന് പറയുന്നത് 1024 ജിഗാബൈറ്റ്. ഒരു പെറ്റാബൈറ്റ് എന്ന് പറയുന്നത് 1024 ടെറാബൈറ്റ് ആണ്. ഒരു പെറ്റാബൈറ്റ് 1024 ടെറാബൈറ്റ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും നെറ്റ്വർക്കും എല്ലാം ആയതുകൊണ്ട് ഇത് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നേരത്തെയൊക്കെ MB GB എന്നൊന്നും പറയുമ്പോൾ അറിയില്ല. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതലായിട്ടും മൊബൈൽസ് യൂസ് ചെയ്യുമ്പോൾ 1 GB കഴിഞ്ഞു, 1.5 GB കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. KB, MB, GB, TB, PB. ഒരു എക്സാമിന് ഇതിൽ ഏതാണ് വലുത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഓർഡർ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി K എന്ന് പറയുന്നത് കിലോ ബൈറ്റ് ആണ്.
കിലോബൈറ്റിനെയാണ് കെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. MB റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്. മെഗാബൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള എമ്മും ബിയും വെച്ചിട്ടാണ്. ഇനി മെഗാബൈറ്റ്സ് പെർ സെക്കൻഡ് ആണെങ്കിൽ MB/s ഉണ്ടാവും. ഇനി അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ എമ്മും സ്മോൾ ലെറ്റർ ബിയും ആണെങ്കിൽ അത് മെഗാബിറ്റ് ആണ്. മെഗാബൈറ്റ് അല്ല, മെഗാബിറ്റ് ആണ്. MB. മെഗാബിറ്റ് പെർ സെക്കൻഡ് ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എമ്മും സ്മോൾ ലെറ്റർ B/s. ഇനി എല്ലാം സ്മോൾ ലെറ്ററിലാണെങ്കിൽ BPS എന്ന് പറയുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ്. അടുത്ത് നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് കീസ് നോക്കാം. എല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കും. കൺട്രോൾ എന്ന് വെച്ച് തുടങ്ങുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ടാണ് ആദ്യം നോക്കുന്നത്. കൺട്രോൾ U ആണെങ്കിൽ അണ്ടർലൈൻ സെലക്റ്റഡ് ടെക്സ്റ്റിനെ നമുക്ക് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ Ctrl+U ആണ് കൊടുക്കേണ്ടത്. അതേപോലെ കൺട്രോൾ V ആണെങ്കിൽ പേസ്റ്റ് ഓപ്ഷനാണ്. Ctrl+V ആണെങ്കിൽ പേസ്റ്റ് ദി കണ്ടൻസ് ഇൻ ടു ദി കറണ്ട് കേഴ്സർ ലൊക്കേഷൻ. നെക്സ്റ്റ് Ctrl+X കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്രോസ് മാർക്ക് പോലെയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. Ctrl+X കട്ട് ദി സെലക്റ്റഡ് കണ്ടൻറ്റ്. നെക്സ്റ്റ് Ctrl+Y. വൈയും സെറ്റും നോട്ട് ചെയ്യുക, അത് കൺഫ്യൂഷൻ ആവാറുണ്ട് പലർക്കും. Ctrl+Y ആണെങ്കിൽ റിപ്പീറ്റ് ദി ലാസ്റ്റ് ആക്ഷൻ. ഇതിനെ ഷോർട്ടായിട്ട് റീഡു എന്ന് പറയാറുണ്ട്. Ctrl+Z ആണെങ്കിൽ അൺഡു ദി ലാസ്റ്റ് ആക്ഷൻ. നമ്മൾ ചെയ്ത ലാസ്റ്റ് ആക്ഷൻ തിരിച്ചു കൊണ്ടുവരിക. അടുത്തത് പേജ് അപ്പ് കീ എന്തിനാണ് യൂസ് ചെയ്യുക? മൂവ്സ് ദി കേഴ്സർ വൺ സ്ക്രീൻ അപ്പ്. കേഴ്സർ വൺ സ്ക്രീൻ അപ്പിലേക്ക് മൂവ് ചെയ്യാൻ. പേജ് ഡൗൺ കീ എന്തായിരിക്കും? മൂവ്സ് ദി കേഴ്സർ വൺ സ്ക്രീൻ ഡൗൺ. പേജ് ഡൗൺ കീ മൂവ്സ് ദി കേഴ്സർ വൺ സ്ക്രീൻ ഡൗൺ. നെക്സ്റ്റ് ഹോം കീ ആണ്. ഹോം കീ മൂവ്സ് ദി കേഴ്സർ ബിഗിനിങ് ഓഫ് ദി ലൈനിൻ്റെ ബിഗിനിങ്ങിൽ കൊണ്ട് നിർത്തും. ഹോം കീ മൂവ്സ് ദി കേഴ്സർ ബിഗിനിങ് ഓഫ് ദി ലൈൻ. നെക്സ്റ്റ് Ctrl+Shift+Enter. ഇത് ഉപയോഗിക്കുന്നത് MS വേർഡിലെ ടേബിൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. MS വേർഡിലുള്ള ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീസാണ് Ctrl+Shift+Enter. അടുത്തത് Alt+F9 ഡിസ്പ്ലേസ് ഫീൽഡ് കോഡ്സ്. നെക്സ്റ്റ് വൺ Ctrl+D ഷോസ് ഫോണ്ട് ഡയലോഗ് ബോക്സ് കാണിക്കുന്നതാണ് Ctrl+D. അടുത്തത് Ctrl+Spacebar റിമൂവ്സ് ഓൾ ക്യാരക്ടർ ഫോർമാറ്റ്സ്. വേർഡിലും പവർ പോയിന്റിലുമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക. Ctrl+Spacebar ആണെങ്കിൽ റിമൂവ് ഓൾ ക്യാരക്ടർ ഫോർമാറ്റ്. നെക്സ്റ്റ് Shift+Enter മാനുവൽ ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ടാണ് Shift+Enter യൂസ് ചെയ്യുക. Ctrl+M increases the left indent. Ctrl+A select all the text in the document. സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് Ctrl+A. നെക്സ്റ്റ് Ctrl+Spacebar highlights the entire column in a spreadsheet. Ctrl+Spacebar ഉപയോഗിക്കുകയാണെങ്കിൽ highlights the entire column in a സ്പ്രെഡ്ഷീറ്റിലെ എല്ലാ കോളം ഹൈലൈറ്റ് ചെയ്യും. Ctrl+E സെൻറ്റർ അലൈൻസ് ദി സെലക്റ്റഡ് ടെക്സ്റ്റിനെ സെൻറ്റർ അലൈൻ ചെയ്യുന്നതാണ് Ctrl+E. Ctrl+K ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് ഇൻ എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിൽ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് Ctrl+K. Ctrl+H ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ്. Ctrl+H ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ്. F7 സ്പെൽ ചെക്ക് ഇൻ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിൽ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് F7. F9 അപ്ഡേറ്റ്സ് ഫോർമുല ഇൻ എ ടേബിളിൽ ഫോർമുല അപ്ഡേറ്റ് ചെയ്യാനാണ് F9. Ctrl+F4 ക്ലോസ് ആക്റ്റീവ് ഡോക്യുമെൻറ്റ് ഇൻ വേർഡ്. Ctrl+F4 ആണെങ്കിൽ ക്ലോസ് ആക്റ്റീവ് ഡോക്യുമെൻറ്റ് ഇൻ വേർഡ്. Ctrl+Shift+Equal to ആണെങ്കിൽ സൂപ്പർസ്ക്രിപ്റ്റ് ദി സെലക്റ്റഡ് ടെക്സ്റ്റിനെ സൂപ്പർസ്ക്രിപ്റ്റ് ആക്കും. അടുത്തത് Ctrl+Equal to ആണെങ്കിൽ സെലക്റ്റഡ് ടെക്സ്റ്റിനെ സബ്സ്ക്രിപ്റ്റ് ആക്കി മാറ്റും. Ctrl+S ആണെങ്കിൽ സേവ് എ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുന്നതാണ് Ctrl+S.
നമ്മൾ പഠിച്ചതൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ദി ടേം കമ്പ്യൂട്ടർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇൻവെൻറ്റർ ഓഫ് ഡിഫറൻസ് എഞ്ചിൻ്റെ ഇൻവെൻറ്റർ ആണ് ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആണ് അലൻ ട്യൂറിംഗ്. ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് എഡ്വാർഡ് റോബർട്ട്. CPU കണ്ടെയ്ൻസ് എ കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. CPUയിൽ കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും ഉണ്ട്. അടുത്തത് ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വെയർ പ്രോഗ്രാംഡ് യൂസിങ്. ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത് മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വെയർ പ്രോഗ്രാംഡ് യൂസിങ് മെഷീൻ ലാംഗ്വേജ്. അടുത്തത് കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഫെസിലിറ്റേറ്റ് ദി ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഈസ് എ നെറ്റ്വർക്ക്. കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഈസ് എ നെറ്റ്വർക്ക്. അടുത്തത് സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് യൂസ്ഡ് ടു വെരിഫൈ ദി ഐഡൻറ്റിറ്റി ഓഫ് എ യൂസർ ഡ്യൂറിംഗ് ദി ഒതൻറ്റിഫിക്കേഷൻ പ്രോസസ് ഈസ് കോൾഡ് passwords. String of characters used to verify the identity of a user during the authentication process is called passwords. Next one, light pen is a optical input device. Light pen is a optical input device. UNIVAC is universal automatic computer. UNIVAC is universal automatic computer. Next one, CD-ROM stands for compact disk read-only memory. CD-ROM stands for compact disk read-only memory. ALU is arithmetic logic unit. ALU is arithmetic logic unit. Next one, Internet was evolved under the project ARPANET. Internet was evolved under the project ARPANET. ARPANETിൻ്റെ പൂർണ്ണ രൂപമാണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റഡ് ബൈ ടിം ബെർണേഴ്സ്-ലീ. വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റഡ് ബൈ ടിം ബെർണേഴ്സ്-ലീ. Next one, internet based service which use protocols to distribute documents across the internet is a standard way is World Wide Web. Internet based service which uses protocols to distribute documents across the internet in a standard way is World Wide Web. The World Wide Web commonly known as web. Software application for accessing information on the World Wide Web is web browser. Software application for accessing information on the World Wide Web is web browser. Example, Google Chrome, Internet Explorer, Mozilla Firefox. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് റിവൈസ് ചെയ്തത്. വീഡിയോസ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്